അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. എൻ്റെ വോയിസ് നിങ്ങൾ പൂർണ്ണമായി കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പൂർണ്ണമായി കേൾക്കുക, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അറിവുകൾ എല്ലാവരും പഠിക്കട്ടെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. എല്ലാ വിഷമങ്ങളും മാറ്റിത്തരട്ടെ. കടങ്ങൾ വീട്ടാനുള്ള മാർഗം അള്ളാഹു കാണിച്ചു തരട്ടെ. ഹൈറായ നിലക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും സമ്പത്ത് നൽകട്ടെ. ഇന്ന് പലർക്കും അള്ളാഹുവിൽ നിന്നുള്ള സഹായം ലഭിക്കാത്തതിന് അല്ലെങ്കിൽ ദുആക്ക് ഉത്തരം കിട്ടാത്തതിന് പല കാരണങ്ങളുണ്ട്. എത്രയോ ആളുകൾ പലതും ചെയ്തിട്ടും ദുആ സ്വീകരിക്കുന്നില്ല, ഉദ്ദേശങ്ങൾ പൂർത്തിയാകുന്നില്ല. ഒരുപാട് വിഷമങ്ങൾ സഹിച്ചുകൊണ്ടിങ്ങനെ നീങ്ങിപ്പോവുകയാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട്, നമുക്കൊരു മനസ്സുണ്ട്, നമ്മുടെ മനസ്സിലേക്ക് നമ്മളൊന്ന് നോക്കുക, ചിന്തിക്കുക. ഞാൻ എന്താണ് ഇങ്ങനെ? ഞാൻ എന്തിനാണ് എല്ലാവരോടും ദേഷ്യത്തോടെ സംസാരിക്കുന്നത്? ഞാൻ എന്തിനാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത്? ഞാൻ എന്തിനാണ് കളവ് പറയുന്നത്? ഞാൻ എന്താണ് നിസ്കരിക്കാത്തത്? ഞാൻ എന്താണ് ഇങ്ങനെ എന്ന് നമ്മളെക്കുറിച്ചൊന്നൊന്ന് ആലോചിക്കുക. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ എന്തിനാ ഭാര്യയോടും മക്കളോടും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് നമ്മളെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഇങ്ങനെ ഒരു മനസ്സിനൊരു സൈസ് കുളിർമ ഉണ്ടാകും. അങ്ങനെ ആ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുക. അതായത് മനസ്സങ്ങോട്ട് ക്ലിയറാക്കുക. പല ജാതി ചിന്തകൾ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ ചിന്തകളൊക്കെ മാറ്റി നിർത്തി നമ്മളെ ചിന്തകൾ നല്ലത് ചിന്തിക്കുക. ഒരാളെക്കുറിച്ചും നമ്മൾ കുറ്റം പറയണ്ട, ഒന്നിനെക്കുറിച്ചും നമ്മൾ കളവ് പറയണ്ട, ആരെയും പരദൂഷണം പറയണ്ട, കളവ് പറയണ്ട, നിസ്കരിക്കാതിരിക്കണ്ട. എല്ലാം അതിൻ്റേതായ രൂപത്തിൽ ഇങ്ങനെ കൊണ്ടുപോവുക. ഞാൻ ഇനി മുതൽ അങ്ങനെ ചെയ്യും, ഞാനിനി കളവ് പറയില്ല, നിസ്കരിക്കാതിരിക്കില്ല, കുറ്റം പറയില്ല, എൻ്റെ ഭാര്യയെയും മക്കളെയും കുടുംബത്തെയും ഞാൻ നല്ല രീതിയിൽ നോക്കും. എന്തിനാണ് ഞാൻ അവരോട് ദേഷ്യപ്പെടുന്നത്? ഒരു കാര്യമില്ലാതെ എന്നിങ്ങനെ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ച് നമ്മളൊരു നല്ല മനുഷ്യനായി മാറുക. നമ്മുടെ മനസ്സിനത് ക്ലിയറാക്കുക. അങ്ങനെ നമ്മളെ മനസ്സിനെ ക്ലിയറാക്കാൻ നമ്മൾ തന്നെ ചിന്തിക്കണം. ഒരാളെ ഉപദേശം കേട്ടിട്ട് ഒരു പരിധി വരെയൊക്കെ നന്നാവുള്ളൂ. ഞാനെന്താ ഇങ്ങനെ എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ എന്താക്കുക? അള്ളാഹു നമ്മളോട് മനസ്സമാധാനത്തിന് ചെല്ലാൻ പറഞ്ഞ, മനസ്സമാധാനത്തിന്, ഒരു ശാന്തിക്ക്, ഒരു സുഖത്തിന് ചൊല്ലാൻ പറഞ്ഞ ദിക്റുകളുണ്ട്. അലാ ബി ദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നമ്മുടെ മനസ്സിന് ഒരു ശാന്തി കിട്ടണമെങ്കിൽ, ഒരു സമാധാനം കിട്ടണമെങ്കിൽ അത് അള്ളാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് എപ്പോഴും നമ്മളെന്താക്കുക? എപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിവുള്ള സമയങ്ങളിൽ, അല്ലെങ്കിൽ യാത്രയിൽ, അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ, ഇങ്ങനെ ഓരോ സമയമൊക്കെ ഒരുപാട് സമയം നമുക്ക് വെറുതെ കളയുന്നുണ്ട്. ഒരുപാട് സമയം മൊബൈലിലൊക്കെ ഇങ്ങനെ കളയുന്ന സമയത്ത് അതെക്കുറിച്ച് മാറ്റി വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ ദിക്ർ, തൗഹീദിൻ്റെ വചനമായ ആ ദിക്ർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പറയുമ്പം എങ്ങനെ പറയണം? വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പോരാ, അതിനൊന്നും കിട്ടൂല. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആത്മാർത്ഥമായി മനസ്സാന്നിധ്യത്തോടു കൂടി എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുപോലെ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, ഈ രണ്ട് ദിക്റുകൾ നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് നന്നാവും, നമ്മുടെ മനസ്സ് ക്ലിയറാകും.
പിന്നെ നമുക്ക് നല്ലൊരു ജീവിത രീതി അള്ളാഹു തോന്നിപ്പിച്ചു തരും. അങ്ങനെ ജീവിച്ചു പോവുക, ഹൈറായ രീതിയിൽ ജീവിക്കുക, ഹൈറായ രീതിയിൽ മരിക്കുക. അതിന് അള്ളാഹുവും അവൻ്റെ റസൂലും പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് പോയാൽ നല്ല ജീവിതം. പിന്നെ അവിടെ ഒരു സാമ്പത്തിക, ശാരീരിക, മാനസിക ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാം അള്ളാഹു നമുക്ക് ഓരോ വഴി കാണിച്ചു തരും. ഇൻഷാ അള്ളാഹു നമ്മളെയൊക്കെ ഹൈറായ രൂപത്തിലാക്കി മാറ്റട്ടെ. ഒരുപാട് ഹൈറും ബർക്കത്തും ഇസ്സത്തും നിഅമത്തും തഖ്വയും ഒക്കെ അള്ളാഹു നമുക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.